ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. ഇസ്രയേലിന്റെ ഒന്നാമത്തെ രാജാവായ ശൗലിനോട് ബന്ധപ്പെട്ട് സ്വർഗത്തിലെ ദൈവം പ്രവർത്തിക്കുന്ന വിവിധമായ ചിത്രങ്ങൾ നാം കഴിഞ്ഞ ഭാഗങ്ങളിലൊക്കെ കാണുകയുണ്ടായി. അങ്ങ് ശ്രദ്ധിക്കുന്നത് 1 ശമൂവേലിന്റെ പുസ്തകത്തെ അധികരിച്ചുള്ള 88ാമത്തെ എപ്പിസോഡാണ്. ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന വചന പഠന പരമ്പരയിലേക്ക് അങ്ങേ സ്വാഗതം ചെയ്യുകയാണ്. 9ാം അധ്യായം ശമൂവേലിന്റെ 1ാം പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ശൗലിനോടുള്ള ബന്ധത്തിൽ നൽകപ്പെടുന്ന വിവിധമായ ദൈവകൃപയുടെ ചിത്രങ്ങൾ കാണുവാൻ കഴിയുന്നു. അതിൽ ഒന്നാമത്തത് 1-2 വാക്യങ്ങളാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇങ്ങനെ പറയുവാൻ കഴിയും: നല്ല ഒരു കുടുംബ പശ്ചാത്തലം ദൈവം ഇസ്രയേലിൻ്റെ ആദ്യത്തെ രാജാവായി തിരഞ്ഞെടുത്ത ശൗലിന് ഒരുക്കി കൊടുക്കുന്നതാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. ബെന്യാമിൻ ഗോത്രത്തിൽ കീശ് എന്നു പേരുള്ള ഒരു ധനികൻ ഉണ്ടായിരുന്നു. 2ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവന് ശൗൽ എന്ന പേരോടെ യൗവനവും കോമളത്വവുമുള്ള ഒരു മകൻ ഉണ്ടായിരുന്നു. ഇവിടെ ധനികന്മാരുടെ ഒരു ചുറ്റുപാടിൽ ജനിച്ചു വളർത്തപ്പെടുന്ന ശൗലിനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. വാസ്തവത്തിൽ ഒരുവൻ ജനിക്കുന്നത് ഏത് പശ്ചാത്തലം എന്നുള്ളത് അവൻ നടത്തുന്ന തെരഞ്ഞെടുപ്പല്ല, മറിച്ച് ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ട് ദൈവം അവന് നൽകുന്ന അവസരമാണ് അഥവാ പശ്ചാത്തലമാണ്. അങ്ങനെയാണെങ്കിൽ ശൗലിനെ സംബന്ധിച്ച് അവന് അവൻ്റെ മിടുക്കുകൊണ്ട് ഇത്തരമൊരു ധനിക കുടുംബത്തിൽ ജനിച്ചു എന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല, മറിച്ച് അവിടെ അവന് നൽകപ്പെടുന്ന ദൈവകൃപയാണ് നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, അതവന് നൽകിയത് എന്തിനാണ്? പിൽക്കാലഘട്ടത്തിൽ അവൻ ഇസ്രയേൽ ജനത്തെ ശുശ്രൂഷിക്കുവാൻ, അവർക്ക് രാജാവായി നിൽക്കുവാൻ വേണ്ടുന്ന മാന്യമായ ഒരു പശ്ചാത്തലം ദൈവം ഒരുക്കി കൊടുക്കുകയായിരുന്നു. ദൈവത്തിന് ഏത് പശ്ചാത്തലത്തിൽ നിന്നുള്ളവരെയും ഉപയോഗിക്കുവാൻ കഴിയും. എന്നാൽ ഇവിടെ ഇതാ മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ ശ്രേഷ്ഠമായ നിലയിൽ തന്നെ അവനെ കൊണ്ടുവരുന്ന ശൗലിനെ ഒരുക്കിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നല്ല പശ്ചാത്തലത്തിൽ അവന് ജന്മം നൽകുവാൻ ദൈവം പ്രസാദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളിൽ നാം ഓർക്കേണ്ടുന്ന വിഷയം ഇതാ: നമ്മുടെ ചുറ്റുപാടുകളൊന്നും നമ്മുടെ കഴിവുകൊണ്ട് ഉണ്ടായതല്ല. ഇനി ഒരു പക്ഷേ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയെന്ന് പറയുന്ന വസ്തുതകൾ പോലും അതിനുള്ള കൃപയും ബലവും നൽകിയത് ദൈവമായതുകൊണ്ട് അത് നമ്മുടെ ക്രെഡിറ്റിൽ വരേണ്ടുന്നതല്ല, മറിച്ച് അതിനുള്ള സകല സാഹചര്യങ്ങളും ആരോഗ്യവും എല്ലാം ദൈവമാണ് ഒരുക്കിയത്. എന്തിനു വേണ്ടിയാ? ദൈവജനത്തെ ശുശ്രൂഷിപ്പാൻ. അർത്ഥാൽ ദൈവത്തിൻ്റെ സഭയുടെ നല്ല ശുശ്രൂഷകന്മാരായി തീരുവാൻ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ദൈവഹിതപ്രകാരമുള്ള ജീവിതം നയിക്കേണ്ടതിന്, കർത്താവിൻ്റെ തിരുഹിതം ഭൂമിയിൽ നിവർത്തിക്കുന്നവരായി തീരുവാനാണ് ദൈവം നമുക്ക് എല്ലാ നല്ല പശ്ചാത്തലങ്ങളും ഒരുക്കി തരുന്നത്. 2ാമത്തെ വസ്തുതയിലേക്ക് ഞാനിങ്ങനെ പറയട്ടെ. ശൗലിനോടുള്ള ബന്ധത്തിൽ ദൈവകൃപയുടെ 2ാമത്തെ ചിത്രമെന്ന് പറയുന്നത് അവന് നല്ല ആരോഗ്യവും ആകർഷണീയതയും നൽകി എന്നുള്ളതാണ്. 2ാം വാക്യം 9ാം അധ്യായം ശമൂവേലിന്റെ 1ാം പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവന് ശൗൽ എന്ന പേരോടെ യൗവനവും കോമളത്വവുമുള്ള ഒരു മകൻ ഉണ്ടായിരുന്നു. ഇസ്രയേൽ മക്കളിൽ അവനേക്കാൾ കോമളനായ പുരുഷൻ ഇല്ലായിരുന്നു. അവൻ എല്ലാവരേക്കാളും തോൾ മുതൽ പൊക്കമേറിയവനായിരുന്നുവെന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. വാസ്തവത്തിൽ നല്ല ആരോഗ്യം, മറ്റുള്ളവർ കണ്ടാൽ നല്ല ആകർഷണീയത്വം ദൈവം ഇവിടെ ശൗലിന് നൽകുകയാണ്. ഇതും ശൗലിൻ്റെ യാതൊരു കഴിവുകൊണ്ട് വന്നതല്ല, ദൈവം കൊടുത്തതാണ്. നമ്മുടെ ജീവിതങ്ങളിൽ നാം ഇത് മറക്കുവാൻ പാടുള്ളതല്ല. നമുക്ക് ഏതെങ്കിലും യോഗ്യതകളെന്ന് നാം പറയുന്ന ഏത് വിഷയവും ഇവിടെ ഇതാ
ആരോഗ്യപരമായ കാര്യങ്ങളാണ്. അപ്പോൾ തന്നെ ഞാൻ എടുത്തു പറയട്ടെ, ആരോഗ്യം കുറഞ്ഞവരെയും ബലഹീനരെയും തൻ്റെ പദ്ധതികൾക്കായി ഉപയോഗിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളതെന്ന് ഈ ഉള്ളവൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് സാക്ഷ്യപ്പെടുത്താനായിട്ട് കഴിയും. ദൈവത്തിന് ആരെയും ഉപയോഗിക്കുവാൻ കഴിയും. ബലഹീനരെ കർത്താവിന് ഉപയോഗിക്കുവാൻ കഴിയും. കഴിവ് കുറഞ്ഞവരെ കർത്താവിന് ഉപയോഗിക്കുവാൻ കഴിയും. ആരോഗ്യം നഷ്ടപ്പെട്ടവരെ കർത്താവിന് ഉപയോഗിക്കുവാൻ കഴിയും. ആരെയും ഉപയോഗിക്കുന്ന പ്രിയപ്പെട്ടവരെ, കളിമൺ പാത്രങ്ങളിൽ നിന്ന് ഉണ്ടാക്കുന്ന കാര്യം നമുക്കറിയാം. കുശവൻ്റെ കരങ്ങൾക്കനുസരിച്ച് കളിമണ്ണിനെ നല്ല പാത്രങ്ങളാക്കി തീർക്കുന്നുവെന്നുള്ളതുപോലെ നമ്മുടെ ഏത് സാഹചര്യത്തെയും ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി നാം സമർപ്പിക്കുമെങ്കിൽ ദൈവത്തിന് ഉപയോഗിക്കുവാൻ കഴിയും. എന്നാൽ ശൗലിനെ സംബന്ധിച്ചിടത്തോളം അവന് നല്ല ശാരീരിക യോഗ്യതകൾ, മറ്റുള്ളവരുടെ മുൻപാകെ ആകർഷണീയത നൽകി ദൈവം അവനെ ഒരുക്കിയെടുക്കുന്ന ചരിത്രം കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് അവന് സ്വന്തമായി പ്രശംസിപ്പാൻ ഒന്നുമില്ല. നമുക്കെല്ലാവർക്കും പ്രശംസിപ്പാനുള്ളത് കർത്താവിങ്കൽ മാത്രമാണ്. ദൈവം തരുന്നതാണ് സകല നന്മകളും എന്നുള്ള പൂർണ്ണ ബോധ്യം നമ്മുടെ ഹൃദയങ്ങളെ ആഴത്തിൽ ഭരിക്കുമ്പോൾ നാം കർത്താവിനെ ശുശ്രൂഷിക്കുന്നതിൽ ഏറ്റവും മുൻപിലേക്ക് വരുന്നവരായിത്തീരും. അല്ലെങ്കിൽ ഇതെല്ലാം എൻ്റേതാണെന്നും ഞാൻ ഇങ്ങനെയൊക്കെ നടക്കേണ്ടവനാണെന്നും എന്നെ കവിഞ്ഞ് മറ്റൊരാളിൽ നിന്നും എന്നോട് ദൈവത്തിൻ്റെ വചനം ആര് പറഞ്ഞാലും എത്ര വലിയ ഉപദേശങ്ങൾ തന്നാലും എൻ്റെ ഇഷ്ടപ്രകാരം മാത്രമേ ഞാൻ ജീവിക്കുന്നെന്നും പറയുന്ന പരിതാപകരമായ ക്രിസ്തീയ ജീവിതത്തിൻ്റെ താണസ്ഥിതിയിലേക്ക് പോകും. വചനത്തിന് കീഴടങ്ങാതെ, ദൈവിക ഉപദേശങ്ങൾക്ക് കീഴടങ്ങാതെ ഒരുവനാകട്ടെ ഒരുവളാകട്ടെ തന്നിഷ്ടപ്രകാരം ജീവിക്കുമ്പോൾ അവർക്ക് വരുവാൻ പോകുന്നത് ദൈവത്തിൻ്റെ കോപ ദിവസങ്ങളാണ് എന്നുള്ളത് ഈ വചനം വെളിപ്പെടുത്തുന്ന കാര്യമാണ്. അതുകൊണ്ട് ദൈവിക പ്രബോധനങ്ങൾ നമ്മോട് ബന്ധപ്പെട്ട് കേൾക്കുമ്പോൾ നമുക്കെപ്പോഴും പറയാനായിട്ട് കഴിയണം, കർത്താവേ, ഞാൻ എന്നെ തന്നെ താഴ്ത്തുകയാണ്. കർത്താവേ, ഞാൻ താഴ്ത്തേണ്ടവനാ, ഞാൻ സമർപ്പിക്കേണ്ടവളാ. കാരണം ഇന്ന് ഞാൻ അനുഭവിക്കുന്ന എല്ലാ നല്ല ചുറ്റുപാടുകളും ഏത് സാഹചര്യങ്ങളും അങ്ങ് എനിക്കൊരുക്കി തന്നതാ. കർത്താവെ, അത് മുഖാന്തരം അങ്ങയുടെ നാമം മഹത്വപ്പെടണം. കർത്താവെ, എനിക്ക് നൽകപ്പെട്ട നന്മകൾ മുഖാന്തരം, എൻ്റെ സൗന്ദര്യം മുഖാന്തരം ദൈവനാമത്തിന് അപമാനമുണ്ടാകരുത്. എൻ്റെ പണം മുഖാന്തരം ദൈവനാമത്തിന് അപമാനമുണ്ടാകരുത്. എൻ്റെ നല്ല പശ്ചാത്തലങ്ങൾ മുഖാന്തരം എനിക്കിഷ്ടമുള്ളത് ചെയ്ത് ഞാൻ തെറ്റിപ്പോകുന്നവളായി തീരരുത്. മറിച്ച് കർത്താവെ, അങ്ങയുടെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറുവാൻ ഇടയാകണം. ഈ ചിന്തകൾ നമ്മുടെ ഹൃദയത്തെ ഭരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവ് അങ്ങയെ ആദരിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.